കുടിവെള്ളക്ഷാമം എന്ന ഒരു ഗുരുതര പ്രശ്നത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ദില്ലി മുന്നോട്ട് പോകുന്നത്. സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട സാഹചര്യം നമ്മൾക്കറിയാം, വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇത് ജനജീവിതത്തെ ഇപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു എന്ന നിലയിലാണ് ആ പ്രശ്നം നമ്മുടെ വാർത്തകളിൽ കൂടുതലായി ഇടം പിടിക്കുന്നത്. വിശദാംശങ്ങളുമായി സിബി രാവിലെ വരുന്നുണ്ട് നമ്മൾക്കൊപ്പം വീണ്ടും ദില്ലിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിബി, ഇത് ഏതൊക്കെ തരത്തിലാണ് ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ബദൽ സംവിധാനങ്ങളുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? നിങ്ങളൊക്കെ ദില്ലിയിൽ അനുഭവിക്കുന്നതും കാണുന്നതുമായ കാഴ്ചകൾ. തീർച്ചയായും ശരത്ത്, വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ദില്ലി ആകെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കനത്ത ചൂടാണ് ദില്ലിയിലുള്ളത്. ആ ചൂടിനൊപ്പമാണ് ഇപ്പോൾ കുടിവെള്ളക്ഷാമം, പ്രത്യേകിച്ച് ജലക്ഷാമം വളരെയധികം രൂക്ഷമായിരിക്കുന്നത്. ദില്ലിയിൽ ഉൾപ്രദേശങ്ങളിൽ കഴിയുന്ന കോളനികളിൽ കഴിയുന്ന ആളുകളെല്ലാം തന്നെയും ഈ ടാങ്കർ ലോറികൾ പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെ പുലർച്ചെ മുതൽ തന്നെ ടാങ്കർ ലോറികൾ പ്രതീക്ഷിച്ചുകൊണ്ട് പാത്രങ്ങൾ നിരത്തി റോഡിൽ കാത്തിരിക്കുന്ന ഒരു ഭയാനകമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കോളനിയിൽ പോയി, ഒരു ഓഖല മേഖലയിൽ പോയി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി തന്നെ നമ്മൾ രാവിലെ 8 മണിക്ക് അവിടെ പോയി നിന്നിട്ട് ഒരു 12:30 വരെ, ഏകദേശം 4-4.5 മണിക്കൂറിലധികം നമ്മൾ കാത്തു നിന്നിട്ട് പോലും അവിടെ ടാങ്കർ ലോറി വരാത്ത ഒരു സാഹചര്യമുണ്ടായി. അത്രയും സമയം അവിടെ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും അടക്കമല്ലാതെ തന്നെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച, ഒരു ഭയാനകമായ കാഴ്ച തന്നെയാണ്. വളരെ ഒരു ദുരിത കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവിടെ എല്ലാ നിലയും രാവിലെ അവർ ഭക്ഷണം പാകം ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ജോലിക്ക് പോകേണ്ടവർ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാതെയാണ് ഇവർ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരു വളരെ വലിയൊരു ജലക്ഷാമത്തിലൂടെയാണ് ദില്ലി നഗരം കടന്നു പോകുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, എല്ലാ ദിവസവും ഓരോ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാവരെയും പരസ്പരം പഴിചാരിക്കൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലവിലുണ്ട്. നേരത്തെ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടെല്ലാം തന്നെയും ഈ ദില്ലിയിൽ യമുനയിലെ ജലനിരപ്പ് താഴ്ന്നതും എല്ലാം തന്നെയും വളരെ വലിയ ജലക്ഷാമത്തിന് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദില്ലി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഹരിയാനയും ഹിമാചലെല്ലാം തന്നെയും ജലം നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും ഉത്തരവിടുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഈ ഒരു പരിഭവം വരാതെയും തീരുന്നില്ല. ഇപ്പോൾ പുതിയൊരു ആരോപണം ഉയരുന്നത് ഈ കുടിവെള്ള പൈപ്പുകളെല്ലാം തന്നെയും പൊട്ടിക്കുന്നു, അത് ബോധപൂർവമായ ശ്രമം നടത്തുന്നു എല്ലാം തന്നെയും ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി മെല്ലാന കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രംഗത്തെത്തി. അതുകൂടാതെ കോൺഗ്രസ് മൺകുടവുമായി പ്രതിഷേധം നടത്തുന്നു. BJP മൺകുടവുമായി കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തുകയും ജല ഓഫീസുകൾ അടിച്ചു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ ദിവസവും ദിനംപ്രതി BJPയും കോൺഗ്രസും എല്ലാം തന്നെയും മാറി പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോഴും ഈ പരസ്പരം പഴിചാരുമ്പോഴെല്ലാം തന്നെയും ഇപ്പോഴും ഒരു പ്രതിസന്ധി ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിക്കെല്ലാം തന്നെയും സംസ്ഥാന സർക്കാർ എല്ലാം കത്തയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകളുടെ അവസ്ഥ വളരെയധികം തീരാ ദുഃഖമായി മാറുന്നു. കുടിവെള്ളമില്ലാത്തൊരു സാഹചര്യമാണ്, കനത്ത ചൂട് തന്നെയാണ്, ഒപ്പം തന്നെയാണ് ജലക്ഷാമവും രൂക്ഷമായി നേരിടുന്നത്. ശരത്ത്.